Hi friends, welcome to my channel V3 Fashion. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കുട്ടി ഫ്രോക്ക് ആണ് കണ്ടോ. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ നമ്മുടെ കുട്ടീസിനൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ്. അപ്പോൾ ഇതിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാൻ ഇത് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ അതിനായിട്ട് എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പീസ് ഞാൻ എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ച് നീളത്തിലാണ്. പിന്നെ ഒരെണ്ണം എടുത്തിരിക്കുന്നത് 7 ഇഞ്ച്, 1.5 ഇഞ്ച് വ്യത്യാസത്തിൽ ഞാൻ ഇതേമാതിരി ഇത്രയും നീളത്തിലായിട്ട് ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്ങും അതേ 8.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നീളം ഒന്ന് എടുത്തേക്കണം, ഞാൻ 30 ഇഞ്ചാണ് കേട്ടോ, ലൈനിങ്ങിൻ്റെ 30 ഇഞ്ച് നീളത്തിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പീസ് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കി ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക, അതായത് 4ആയിട്ട് മടക്കിയിടാം. ഇനി നമ്മുടെ ബോഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മളത് ഒരു 1 ഇഞ്ച് ആഡ് ചെയ്ത് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമ്മുടെ ഷോൾഡർ ചെറിയ കുട്ടിയല്ലേ, ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. ഹാഫ് ഷോൾഡർ 4, കൈക്കുഴിയുടെ ഇറക്കം 4. ഇനി നമ്മുടെ വണ്ണം എന്ന് പറയണത് ഇതേമാതിരി ഞാനൊരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 4.5 ഇഞ്ചേ വരുള്ളൂ. 6 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴെയിലും മേളിലും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിടെ മെഷർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതേമാതിരി ഈ മെത്തേഡിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ കൈക്കുഴി വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഷോൾഡർ ഇല്ലാതെയാണ് ഇത് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തും. 2 ഇഞ്ച് കഴുത്ത് അകലം ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു കഴുത്ത് ഇറക്കം ഞാൻ ഇതേമാതിരി 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതേമാതിരി ഒരു ലൈൻ വരക്കും. എന്നിട്ട് നമ്മുടെ ഈ ലെങ്ത്ത് തന്നെ അവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അതേ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ നെക്കിന് വരക്കണ പോലെ ഞാൻ ഇതേമാതിരി വരച്ചു കണ്ടോ, നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ലൈനിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ കേട്ടോ, ഇതേമാതിരി ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പോയിന്റ് വന്ന് നിൽക്കുന്ന അവിടുന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതി കണ്ട, ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കണ്ട, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എൻഡിൽ നിന്ന് നമുക്ക് കൈക്കുഴിയിലോട്ട് ഇതുപോലെ ഒരു കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ യോക്ക് പീസ് നമുക്ക് കട്ട് ചെയ്യാൻ പോണത്. ഈ സെയിം മെത്തേഡ് നല്ലപോലെ നോക്കി ക്ലിയർ ചെയ്ത് വെക്കാം. കാരണം നമുക്ക് ബെൽറ്റാണ് മുകളിലോട്ട് വരുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ ഷോൾഡർ ഇല്ലാതെ ഈ രീതിയിൽ കട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ 1.5 ഇഞ്ച് ലെങ്ത്താണ് നമ്മുടെ ബോഡിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഞാൻ താഴോട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബെൽറ്റ് വെക്കുമ്പോൾ അതനുസരിച്ച് വെക്കുക. ഇപ്പം ഞാൻ ഈ മെത്തേഡിൽ നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി നമ്മുടെ നല്ല ക്ലോത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ നല്ല ക്ലോത്തിൽ ഞാൻ ഇതേമാതിരി ലൈനിങ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലെ ക്ലോത്ത് നമുക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ചുറ്റിനും ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യും. ഇപ്പോൾ ഇതേപോലെ ഞാൻ ചുറ്റിനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കഴുത്ത് അടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് സൈഡിൽ ഇതേമാതിരി കൂടുതൽ നിൽക്കുന്ന പീസസ് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതുപോലെ ഒരു വയലറ്റ് ഷെയ്ഡിലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ബാക്ക് പീസിൽ ലൈനിങ് പോർഷൻ വരുന്ന അവിടെ ഇതേമാതിരി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ പീസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഫ്രണ്ട് സൈഡിലോട്ട് മറച്ചെടുക്കേണ്ട പീസാണ്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഫിനിഷിങ്ങിലായിട്ട് ഇത് ഫ്രണ്ടിലോട്ട് മറച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ മറിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ദേ നമ്മുടെ നെക്ക് ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴി ചെയ്യാം. അതിനായിട്ട് ഇതേമാതിരി ഒന്ന് അളക്കുക. നമുക്ക് എന്തോരം ലെങ്ത്ത് വേണമെന്നുള്ളത് അളക്കുക. നെക്ക് വരെ ഇത്രയും 4 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവിടെ മുതൽ 1.5 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് പ്ലസ് ചെയ്തിട്ട് ഇനി നമുക്ക് എക്സ്ട്രാ നമുക്ക് നമ്മുടെ ചരടിന് എന്തോരം ലെങ്ത്ത് വേണോ അതനുസരിച്ച് എടുക്കുക. ഞാൻ 10 ഇഞ്ചിൻ്റെ 2 ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യരുത്. നെക്കിന് വെച്ച പോലെ ഒരൊറ്റ എഡ്ജ് തന്നെ വെച്ചിട്ട് ഇതേമാതിരി അടിച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. ഇനി നമുക്കിത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്ലീവും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ മറ്റേ പീസും ചെയ്യാവും. അപ്പോൾ ഇതുപോലെ ഞാൻ നമ്മുടെ 2 യോക്ക് സൈഡും യോക്ക് പീസും ബാക്കും ഫ്രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേമാതിരി നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ആദ്യം താഴെയുള്ള എക്സ്ട്രാ വരുന്ന പീസസ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേമാതിരി സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ത്രെഡിൻ്റെ തുമ്പത്ത് എന്തെങ്കിലും ഹാങ്കിങ്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനായിട്ട് ഒരു ഇതേമാതിരി വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 സൈഡിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടം പീസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് ആണ്. നമ്മുടെ അരവണ്ണം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഞാനിതൊരു 20 ഇഞ്ചിൽ ഫ്ലീറ്റ്സ് ഇടും. അതിന് മുമ്പായിട്ട് നമ്മുടെ താഴ്ഭാഗം ഇതുപോലെ 1/2 ഇഞ്ച് വീതം മടക്കി തയ്ക്കാം. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 20ൽ 21 എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് നമുക്ക് 2 സൈഡും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 20 ഇഞ്ച് നമ്മുടെ അരവണ്ണം ഇതിനിപ്പോൾ കിട്ടുന്നതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ ചെറിയ പോർഷനാണ്. അത് നമുക്ക് ഇതുപോലെ തന്നെ 21 ഇഞ്ചിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിത് പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വീതി കൂടിയ ഭാഗം 8 ഇഞ്ചിൽ കട്ട് ചെയ്തത് ലൈനിങ് എടുത്തിരിക്കുന്നത് ഞാൻ 30 ഇഞ്ച് നീളത്തിലാണ്. അപ്പോൾ അതേ 30 ഇഞ്ച് നീളത്തിൽ നമുക്കിത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കണ്ടോ 31 ഇഞ്ച് 1 ഇഞ്ച് എക്സ്ട്രായിൽ ഞാനിതുപോലെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ താഴെ നിന്നും നമ്മുടെ സെക്കൻഡ് ലെയർ പിടിപ്പിക്കാനായിട്ട് ഏകദേശം ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനിത് ചുറ്റിനും ഈ നമ്മുടെ ലൈനിങ് ചുറ്റിനും 4 ഇഞ്ച് ഇതേമാതിരി മാർക്ക് ചെയ്യുകയാണ് നമ്മുടെ സെക്കൻഡ് ലെയർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മാർക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റ് ലെവലിൽ നമുക്ക് ആ ലെയർ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ലെയർ മാർക്കിലൂടെ നമുക്ക് നമ്മുടെ ലെയർ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ലെയറും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്ക് പീസിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ 4 സൈഡും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ യോക്ക് പീസ് പിടിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച്
സ്റ്റിച്ച് ചെയ്യുക, മാർക്കിങ് ഈക്വലായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റിനും ഈ 2 സ്റ്റിച്ച് വീതം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം, പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി ഫ്ലവർ വേണമെങ്കിൽ ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാക്കിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനായിട്ടും നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.